ഹായ് കൂട്ടുകാരെ, നമ്മളിന്ന് ആലപ്പുഴയിലേക്കാണ് യാത്ര ചെയ്യുന്നത്. ഇപ്പോൾ KSRTC ബസ്സിലാണുള്ളത്. ആലപ്പുഴ സ്റ്റാൻഡിലെത്തിയ ശേഷം അവിടെ നിന്ന് നേരെ സർക്കാർ ബോട്ടിൽ കുട്ടനാടേക്ക് യാത്ര ചെയ്യുക, അതാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം. ആലപ്പുഴ KSRTC സ്റ്റാൻഡിന് കുറച്ച് കിഴക്ക് മാറിയിട്ടാണ് ബോട്ട് ജെട്ടി ഉള്ളത്. അവിടെ ചെന്നിട്ട് ആദ്യം ഏത് ബോട്ടാണ് കിട്ടുന്നത് അതിൽ കയറിയിട്ട് യാത്ര ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഒരു സൈഡിൽ മിനിമം 2 മണിക്കൂറെങ്കിലും യാത്ര ചെയ്യേണ്ടി വരും. ഇന്നത്തെ യാത്രയിൽ നമ്മൾ ഒരു പ്ലാനിങ്ങും ഇല്ല. ഇവിടെ വരിക, നമുക്ക് ആദ്യം കിട്ടുന്ന ഒരു ബോട്ടിൽ കയറുക, യാത്ര ചെയ്യുക, കായലിൻ്റെ കാഴ്ചകൾ ആസ്വദിക്കുക, ഇതൊക്കെ തന്നെയാണ് ഉള്ളത്. നമുക്ക് കൂടുതൽ വിശേഷങ്ങളും കാഴ്ചകളിലോട്ടും പോവാം. ബോട്ടൊക്കെ തുരുമ്പാണ്. ഈ ബോട്ട് കാവാലത്തേക്കാണ് പോകുന്നത്. അതുകൊണ്ട് നമ്മളുടെ ഇന്നത്തെ യാത്ര കാവാലത്തേക്കാണ്. കുട്ടനാടിൻ്റെ ഹൃദയത്തുടിപ്പ് അറിയാൻ പറ്റിയ ഏറ്റവും സുന്ദരവും ചിലവ് കുറഞ്ഞതുമായ ഒരു യാത്രാ മാർഗമാണ് ജലഗതാഗത വകുപ്പിൻ്റെ ഈ ബോട്ട് യാത്ര. നമ്മളുടെ ബോട്ട് 11 മണിക്കാണ് പുറപ്പെടുന്നത്. അതുകൊണ്ട് എല്ലാവരും വെയിറ്റിങ്ങിലാണ്. ഈ യാത്രയിൽ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ ടൂറിസ്റ്റായിട്ട്. കൂടുതലും ആളുകൾ ഉൾഗ്രാമങ്ങളിൽ നിന്നും പുറത്തു വന്ന ശേഷം മടങ്ങി വീട്ടിലേക്ക് പോകുന്നവരാണ്. ഏകദേശം 2 മണിക്കൂറാണ് ജെട്ടിയിൽ നിന്നും കാവാലത്തേക്കുള്ള യാത്രാദൂരം. ആലപ്പുഴയിൽ നിന്നും കാവാലം വഴി കൃഷ്ണപുരത്തേക്ക് പൊതു ജലഗതാഗത വകുപ്പിൻ്റെ സർവീസുകളുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പ്രൈവറ്റ് ഹൗസ് ബോട്ടുകൾ കടന്നു പോകാത്ത ഇടത്തോടുകളിലൂടെയുള്ള യാത്രയാണ്. അത് കൂടുതൽ ഗ്രാമീണ ഭംഗിയെ ആസ്വദിക്കാൻ നമുക്ക് സാധിക്കും ആ വഴിയുള്ള യാത്രയിൽ. എനിക്ക് ഡയറക്റ്റ് കാവാലത്തേക്കുള്ള ബോട്ടാണ് കിട്ടിയിരിക്കുന്നത്. സമയബന്ധിതമായിട്ട് പോയി വരേണ്ടതുള്ളതുകൊണ്ട് ഞാൻ ഈ സർവീസാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. പ്രൈവറ്റ് ഹൗസ് ബോട്ടുകളും മറ്റ് ബോട്ടുകളും ഒക്കെ എടുത്ത് യാത്ര ചെയ്യാൻ കഴിയാത്ത, അതിനുള്ള സാമ്പത്തിക സ്ഥിതിയില്ലാത്തവർക്ക് ഏറ്റവും നല്ലതും ഏറ്റവും മനോഹരവുമായിട്ടുള്ള ബോട്ട് സർവീസ് തന്നെയാണത്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാഴ്ചകൾക്ക് വേണ്ടി നമ്മൾ വലിയ പൈസ ചിലവാക്കാതെ തന്നെ നമുക്ക് ആലപ്പുഴയിൽ വന്നു കഴിഞ്ഞാൽ ഈ ബോട്ടുകളിൽ ഈ സർവീസുകൾ നമുക്ക് സെലക്ട് ചെയ്ത് ഉൾനാടൻ ഗ്രാമങ്ങളിലൂടെ കായലിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ട് യാത്ര ചെയ്യാവുന്നതാണ്. ആ കാണുന്നത് ഒരു തുരുത്താണ്, ഒരു കായൽ തുരുത്താണ്. മണലുകൾ അടിഞ്ഞുകൂടി അല്ലെങ്കിൽ എക്കലടിഞ്ഞുകൂടി ഉണ്ടായ ഒരു തുരുത്താണ് ആ കാണുന്നത്. അവിടെ ഇപ്പോൾ എന്തോ റിസോർട്ടോ മറ്റോ പ്രവർത്തിക്കുന്നുണ്ട്. എന്തായാലും വളരെ ഭംഗിയുള്ള, വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പൊതുഗതാഗത വകുപ്പിൻ്റെ ഈ ബോട്ടിൽ ഏകദേശം 20 രൂപ മുതൽ 30 രൂപ വരെയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. രാവിലെ 5:30ക്കാണ് ഫസ്റ്റ് സർവീസ് ആരംഭിക്കുന്നത്. പുന്നമട കായലിലൂടെയും വേമ്പനാട്ട് കായലിൻ്റെ കൈവഴികളിലൂടെയുമാണ് ബോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്.
നമ്മൾ യാത്ര ചെയ്യുന്ന വഴിയിൽ ഇരുവശങ്ങളിലൂടെയും ഹൗസ് ബോട്ടുകൾ, ഇങ്ങനെ നിറയെ ഹൗസ് ബോട്ടുകളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ടൂറിസ്റ്റുകൾ ഇപ്പോൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഇതൊരു ഗുരുമന്ദിരമാണ്. ഉച്ച സമയം ആയതുകൊണ്ടായിരിക്കാം അധികം ആളുകളെയൊന്നും കാണാത്തത്. നമ്മൾ പോകുന്ന വഴിയിലുള്ള വീടുകൾ ഒരേ സമയം കൗതുകവും അത്ഭുതവും ഉണർത്തുന്നതാണ്. കാരണം ഈ സ്ഥലത്തിന് പുറം ലോകവുമായിട്ട് ബന്ധപ്പെടാൻ യാത്ര ചെയ്യാനുള്ള ഒരേ ഒരു മാർഗം ബോട്ട് അല്ലെങ്കിൽ മോട്ടോർ ഘടിപ്പിച്ച വള്ളങ്ങൾ, ഇതൊക്കെ തന്നെയുള്ളൂ. സമാധാനവും സ്വൈര്യവും ഒക്കെയുള്ള സ്ഥലമൊക്കെ ആണെങ്കിലും ഇവിടുത്തുകാർക്ക് അവരുടെ നിത്യജീവിതത്തിന് വേണ്ട ആവശ്യങ്ങൾക്ക് വേണ്ടി പലപ്പോഴും പുറം ലോകത്തെ ആശ്രയിക്കേണ്ടി വരും. അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഹോസ്പിറ്റലാണ്. രാത്രികാലങ്ങളിൽ ഇവിടുത്തുകാർക്ക് എന്തെങ്കിലും അസുഖം വന്നാലോ ഒരു എമർജൻസി ഹോസ്പിറ്റൽ ആവശ്യം വന്നാലോ അവർ ബോട്ടോ വള്ളമോ അല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. അപ്പം അതിൻ്റേതായിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എപ്പോഴും അവർക്കുണ്ടായിരിക്കാം. കുട്ടനാടൻ പ്രദേശങ്ങളിൽ താമസിക്കുന്ന എൻ്റെ കൂട്ടുകാരിൽ പലവരും ഇവിടെ നിന്നിപ്പോൾ മാറി ചങ്ങനാശ്ശേരി, കോട്ടയം തുടങ്ങിയ സ്ഥലങ്ങളോടൊക്കെ മാറി താമസിക്കാൻ തുടങ്ങി. 2017 മുതൽ തുടർച്ചയായി ഉണ്ടാകുന്ന വെള്ളപ്പൊക്കം, അതുപോലെ തന്നെ അതിന് തൊട്ട് മുമ്പ് തുടങ്ങിയവർ ഈ കുടിവെള്ളത്തിൻ്റെ കാര്യത്തിലും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. ടൂറിസവുമായി ബന്ധപ്പെട്ട് ഹൗസ് ബോട്ടുകളുടെ എണ്ണം കൂടിയപ്പോൾ അത്രയും തന്നെ പൊല്യൂഷനും കൂടി കൂടിയിട്ടുണ്ട്. എല്ലാവർക്കും ഈ നാട് വിട്ട് മറ്റ് സ്ഥലങ്ങളിൽ പോയി താമസിക്കാനോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ വീട് വയ്ക്കാനോ കഴിയണമെന്നില്ല. പലപ്പോഴും ഈ സ്ഥലവുമായിട്ട് ചേർന്ന് തന്നെയാണ് അവരുടെ ഉപജീവനവും. വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി പല വീടുകളും ഇപ്പോൾ അടുത്തായിട്ട് പില്ലറുകളിലോട്ട് ഉയർത്തി വലിയ ഉയരത്തിലാക്കി കെട്ടിത്തുടങ്ങിയിട്ടുണ്ട്. അതൊരു പരിധിവരെ അവരെ വെള്ളപ്പൊക്കത്തിൽ നിന്നും രക്ഷിക്കും.
ഏകദേശം 2 മണിക്കൂറായി നമ്മൾ യാത്ര തുടങ്ങിയിട്ട്. തണുത്ത കാറ്റേറ്റ് വിശാലമായ ഈ കായൽപ്പരപ്പിലൂടെ വളരെ മനോഹരമായിട്ടുള്ള പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഇരുകരകളിലെയും ഇരുവരമ്പുകളിലെയും ജനജീവിതം കണ്ട് നമ്മൾ അങ്ങനെ കാവാലത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കാവാലത്ത് ഈ ബോട്ട് ചെന്ന് അവസാനിക്കുന്നിടത്തല്ല ഞാൻ ഇറങ്ങുന്നത്, പകരം തട്ടാശ്ശേരി എന്ന ഒരു സ്ഥലത്താണ്. അവിടെ ഇറങ്ങി ഭക്ഷണം കഴിച്ചതിന് ശേഷം 1 മണിക്ക് തിരിച്ച് ആലപ്പുഴയിലേക്ക് ബോട്ടുണ്ട്. ആ ബോട്ടിൽ തിരികെ ആലപ്പുഴയിലേക്ക് പോകണം എന്നാണ് വിചാരിക്കുന്നത്. 2 മണിക്കൂർ ദൈർഘ്യമുള്ള ഈ യാത്രയിലെ വളരെ ചുരുങ്ങിയ കാഴ്ചകൾ മാത്രമേ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. കുട്ടനാടിൻ്റെ ഉൾഗ്രാമ കാഴ്ചകൾ അടങ്ങുന്ന മറ്റൊരു വീഡിയോ ഉടനെ ചെയ്യുന്നുണ്ട്. അതിനുള്ള യാത്ര പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ തട്ടാശ്ശേരിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. തട്ടാശ്ശേരിയിലാണ് ഇറങ്ങുന്നത്. തട്ടാശ്ശേരിയിൽ ഇറങ്ങി അവിടെ നിന്ന് ഉച്ചഭക്ഷണം കഴിച്ച ശേഷം 1 മണിക്ക് തിരിച്ച് ആലപ്പുഴയ്ക്കൊരു ബോട്ടുണ്ട്. ആ ബോട്ടിൽ തിരിച്ച് ആലപ്പുഴയ്ക്ക് പോകണം. ഇതാണ് തട്ടാശ്ശേരി ബോട്ട് ജെട്ടി. തട്ടാശ്ശേരിയിൽ നിന്നും കുറച്ച് ആളുകൾ കാവാലത്തേക്ക് പോകാനുണ്ടായിരുന്നു. നമ്മൾ വന്ന ബോട്ട് അതിൻ്റെ അവസാനത്തെ പോയിന്റിലേക്ക് യാത്ര തുടരുകയാണ്. കാഴ്ചകൾ അവസാനിക്കുന്നില്ല. വീണ്ടും കാണാം. ബൈ.